ഓണാഘോഷത്തിനൊക്കെ സെറ്റാ റെഡിയല്ലേ? ഓണാഘോഷം ഓണപരിപാടികൾക്കൊക്കെ എന്തൊക്കെ പരിപാടി ചെയ്യുന്ന? എന്ത് പരിപാടി? വടംവലിയൊക്കെ ഉണ്ടോ? ആണോ? ഓ അടിപൊളി വടംവലി. അടിപൊളി. പിന്നെ പാട്ട് ഓ അടിപൊളി. അപ്പൊ നമുക്ക് കാണാം. കേരളത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഓണാഘോഷത്തിന്റെ തിരക്കാണ് കാണുന്നത് അല്ലേ? എവിടെ നോക്കിയാലും പൂവും പൂക്കളവും കേരള തനിമയിട്ട വസ്ത്രങ്ങളിട്ട ആളുകളും അങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ചന്തമുള്ള കാഴ്ചയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ ഓണാഘോഷങ്ങൾ എത്തുമ്പോൾ ഏറ്റവും അധികം ആഘോഷങ്ങൾ പെട്ടെന്ന് എത്തുന്നത് അത് ക്യാമ്പസുകളിലാണ്. നമ്മൾ ഇന്നുള്ളത് ഒരു അടിപൊളി വൈബുള്ള ഓണാഘോഷത്തിനൊക്കെ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന ഒരു ക്യാമ്പസിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമുക്കറിയാം, എനിക്ക് പിന്നെ ഒരുപാട് ആളെ കാണുന്നുണ്ട് കേരള തനിമയുള്ള വസ്ത്രമൊക്കെ ഇട്ട് ഓണാഘോഷം അടിച്ചു പൊളിക്കാൻ എത്തിയ. അത് സ്റ്റുഡൻസ് മാത്രമല്ല, ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു വൈബിലേക്ക് മീഡിയ വൺ ഇന്ന് ഓണം ആഘോഷിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഓർഫനേജ് കോളേജ്, അത് മുക്കത്താണ്. അവിടെ അടിപൊളി വൈബുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ട്. അവർ മാത്രമല്ല, അവർ അവതരിപ്പിക്കുന്ന ഒരുപാട് പരിപാടികൾ കൂടിയുണ്ട്. അപ്പൊ ഇന്ന് മീഡിയ വൺ ഓണം കളറാക്കുന്നത് ഈ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒപ്പമാണ്. ഒരുപാട് പരിപാടികൾ, തിരുവാതിര, ഡാൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് പരിപാടികൾ, പിന്നെ ഓണത്തോടനുബന്ധിച്ച് സ്ഥിരം നടക്കുന്ന ഒരുപാട് കലാപരിപാടികളുണ്ട്. അപ്പോൾ നമ്മുടെ ഓണാഘോഷത്തിലേക്ക് മിഴി തുറക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഓണാഘോഷം സ്റ്റുഡൻസിന് മാത്രം ഉള്ളതാണെന്ന് ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ് കേട്ടോ. കാരണം ഇവിടെ ടീച്ചേഴ്സാണ് അതിലും പൊളി വൈബായിട്ട് നിൽക്കുന്നത്. കാരണം നിരന്തങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് തിരക്കിട്ട പരിപാടികളാണ്. തിരുവാതിരയുണ്ട്, പലതരത്തിലുള്ള പ്രാക്ടീസ് ഒക്കെ. നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ, ഏതാ ഡിപ്പാർട്ട്മെന്റ്? മലയാളം ഡിപ്പാർട്ട്മെന്റ്. എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ടീച്ചേഴ്സ്? ഇന്ന് ഓണപ്പാട്ട്, തിരുവാതിര, മെഗാസദ്യ. ഓ കലക്കൻ പരിപാടികളൊക്കെയാണ്. പ്രാക്ടീസ് ഒക്കെ ഇവിടെ എത്തി? കഴിഞ്ഞു. കോൺഫിഡന്റാ? പിള്ളേരെക്കാളും പൊളിക്കോ? കോമ്പറ്റീഷൻ ഉണ്ടോ പിള്ളേരായിട്ട്? ഏത് ഡിപ്പാർട്ട്മെന്റ്? കെമിസ്ട്രി. കെമിസ്ട്രി അങ്ങോട്ട് ശരിയാവുന്നുണ്ടോ? ഓണത്തിന്റെ കെമിസ്ട്രി? ഏത് ഡിപ്പാർട്ട്മെന്റ്? കൊമേഴ്സ് ഓണായിട്ട് എങ്ങനെയാ? നല്ല ചേർച്ചയാണോ? നല്ല വൈബ്. അതെ, ഇവിടെ പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു ടീച്ചേഴ്സിനാണ് കുട്ടികളെക്കാളും വൈബ് എന്ന്. അങ്ങനെയാണോ? സത്യം. വളരെ കുട്ടികളൊന്നും പോരാ, ഞങ്ങളെ കണ്ട് പഠിക്കുന്നു വിചാരിക്കുന്നു. കണ്ടോ, അതാ പഠിക്കാനുണ്ട് ടീച്ചേഴ്സിന്. വൈബ് വരെ ഇവിടുന്ന് പഠിച്ചെടുക്കണമെന്നാ തോന്നുന്നു. ഏതാ ഡിപ്പാർട്ട്മെന്റ്? മൈക്രോബയോളജി. ഓണത്തിനൊക്കെ സെറ്റാണ്. അപ്പൊ പരിപാടി എന്തൊക്കെയാണ്? പരിപാടി ഞങ്ങൾക്ക് തിരുവാതിര ഉണ്ട്, പിന്നെ മെഗാസദ്യ ഉണ്ട്. അതെ, ടീച്ചേഴ്സ് ഇവിടെ അടിപൊളി സെറ്റാണ്. അപ്പൊ ഇനി പ്രോഗ്രാം ഇവിടെ തുടങ്ങിയേ വേണ്ടുള്ളൂ. ടീച്ചേഴ്സിന്റെ വൈബിന് കാണാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. മൈക്രോബയോളജി. മൈക്രോബയോളജി. അപ്പൊ എന്തൊക്കെയാണ് പ്രോഗ്രാംസ്? ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. കലം പൊട്ടിക്കല്, മെഗാസദ്യ, തിരുവാതിര. കലം പൊട്ടിക്കലൊക്കെ ടീച്ചേഴ്സിന്റെ ഫസ്റ്റ് ആയിരിക്കും. നോക്കോ, അഡ്വർടൈസിംഗ്. ഞാൻ ഇവിടെ പെൺപട മാത്രമല്ല കേട്ടോ, നമ്മളെ സാർമാരോട് ചോദിക്കാം. ഹലോ, കെമിസ്ട്രിയാണ് മെജോറിറ്റി അല്ലേ? അപ്പൊ എന്താ ഇന്ന് ഇതാ ടീച്ചേഴ്സ് ഒക്കെ നല്ല തിരുവാതിരയൊക്കെ വൈബായിട്ട് നിൽക്കുക. ഇവിടെ എന്താ പരിപാടി? മെയിൻ ഐറ്റം സദ്യ, ഭക്ഷണം കഴിക്കും. അത് ഞങ്ങളുടെ ഒക്കെ മെയിൻ ഐറ്റം തന്നെ. അതല്ലാതെ ഉച്ചക്കൊരു വടംവലി ഉണ്ട്. സാധാരണ ഞങ്ങൾ ടീച്ചേഴ്സിന്റെ ടീമാണ് ഫസ്റ്റോ സെക്കൻഡോ അടിക്കാറുള്ളത്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിട്ട്. പിന്നെ കയ്യൂപ്പുള്ള കാര്യക്കാരനാണല്ലോ. ഞങ്ങളുടെ കരുത്ത് നമ്മൾ കാണിക്കാൻ പോകും. കുട്ടികളായിട്ട് ഞങ്ങൾ വലിക്കും. കുട്ടികളായിട്ട് വലിക്കും. അവര് പറയാം അവരുടെ തോറ്റുപോയ നാണക്കേടാണ്. ജേണൽമാർക്ക് ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ചെയ്യും. ഭീഷണിപ്പെടുത്തി ജയിക്കുന്നല്ലേ? ഇത് ഞാൻ വിളിച്ചത് കൊണ്ടുവരും ഈ സ്കാം. കുട്ടികളെ മത്സരം നടത്തും. അതിൽ ജയിക്കുന്ന ടീം ടീച്ചേഴ്സുമായിട്ട് മത്സരിക്കും. അപ്പൊ അത് പൊതുവെ നമ്മളാ ജയിക്കല്. അത് ഭയങ്കര കോൺഫിഡന്റ്. അത് വടംവലി എന്തായാലും നമ്മൾ തന്നെ ജയിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഇവിടെ ഓണപ്പൂക്കളൊക്കെ തയ്യാറായിട്ടുണ്ട്. പൂക്കളം എന്ന് വെച്ചാൽ ഒന്നൊന്നര പൂക്കളാണ് കേട്ടോ. കണ്ടോ, അത് അടിപൊളി പൂക്കളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഈ പൂക്കളത്തിന്റെ പിന്നിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു. നല്ല തിരക്കിട്ട് പൂക്കളൊക്കെ ഇടുന്നുണ്ട്. ശരി, എന്തായാലും ചോദിച്ചു നോക്കാം. ഹലോ, പൂക്കളം ഫിനിഷ് ആയാ? കുറെ സമയം എടുത്തോ ഈ പൂക്കളിടാൻ? കുറച്ച് സമയം എടുത്തു. രാത്രി എടുത്ത് ഇരുന്നിട്ട് ഉണ്ടാക്കിയതാണ്? ഞങ്ങളല്ല, വേറെ കുറെ പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഓണപരിപാടികൾ എന്തൊക്കെയാ? ഈ പൂക്കളം മാത്രം പോരല്ലോ, നമുക്ക് അടിപൊളിയാക്കണ്ടേ? പിന്നെ ഇവിടെ എന്താ കുറെ ഗെയിംസ് ഉണ്ട്, പിന്നെ മെഗാ സദ്യ ഉണ്ട്. അതാണ് എല്ലാവർക്കും സദ്യ അല്ലേ? എന്തെന്ത് പ്രോഗ്രാംസ് എന്തൊക്കെയാ ഉള്ളത്? കമ്പോലുണ്ട്, കലം പൊട്ടിക്കുന്ന പരിപാടി ഉണ്ട്, പിന്നെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. വേറെ കുറെ അടിപൊളി വൈബാണ്. അപ്പൊ ഈ പൂക്കളം മാത്രമല്ല, ഈ വൈബുകളൊക്കെ ഇനി കാണാനിരിക്കുന്നേ ഉള്ളു അല്ലേ? അപ്പൊ ശരി, നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് അങ്ങോട്ട് പോയാലോ?
അങ്ങനെ ക്യാമ്പസ് അതിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മാവേലിയുടെ ഒരു മാസ് എൻട്രി, അതിന് പിന്നാലെ കൊട്ട് പാട്ട്, എന്തിനധികം ഒരു പൂരം നടക്കണേ. മാവേലി ആവയോ? Good. ആണോ? മാവേലി എന്താ പല്ലില് ക്ലിപ്പൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞോണം കണ്ടില്ലല്ലോ? ഇല്ല, ഇപ്രാവശ്യം ഇട്ടതാണ്. ഇപ്പൊ എത്ര കാലം വേണം? 6 മാസം കൂടി. മാവേലിക്ക് എന്താ പ്രോഗ്രാം? നമ്മളെ മാമോക്കിന്റെ ഓണാണ്. ഒന്ന് വന്ന് എൻജോയ് ചെയ്ത് പോണം. ഇങ്ങനെ മുടങ്ങും? ഇവിടെ നിക്കാന് താല്പര്യമില്ല. അതെ, നല്ല കളർഫുൾ ആണല്ലോ. അതെ, നമ്മളെ മാമോക്കിന്റെ ഓണല്ലേ, കുറച്ച് കളർഫുൾ ആവട്ടെ വിചാരിച്ചു. ശരി. അപ്പൊ മാവേലി മാസ് എൻട്രി ആണ് ക്യാമ്പസിലേക്ക്. അപ്പൊ കൊട്ടും പാട്ടും പൂരവും ഒക്കെ തുടങ്ങട്ടെ. അങ്ങനെ അടിച്ച് പൊളിച്ചുള്ള ഓണാഘോഷങ്ങൾ ഇവിടെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളി ഓണം വൈബിലാണ്. ആ ഇൻട്രൊഡക്ഷൻ തന്നെ കലക്കി. പക്ഷെ ഒരു മത്സരങ്ങളൊക്കെ ഒരുപാട് കാണാനിരിക്കുന്നുള്ളൂ. അതിന് നമുക്ക് കേട്ടോ ഓണം മൂഡ്, നമ്മുടെ ന്യൂജൻ ഓണം എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ, ഹായ്. ന്യൂജൻ ഓണം ചോദിക്കാൻ വന്നുള്ളൂ. അടിപൊളി അടിപൊളി കിട്ടില്ല ഓണം, സൂപ്പർ ഓണം. ഓണം ഓണാണ്, അല്ലാതെ വേറെന്താണ്? അടിപൊളിയാണ്. മൊത്തത്തില് നമ്മള് മാവേലി വന്ന് ഓണം കൊണ്ടുപോയി ഓണം നമ്മളിന്ന് കലക്കും, പൊളിക്കും. ഇത്ര നേരം കലക്ക് എരിവുണ്ടോ? കലക്ക് ഉച്ചക്ക് ശേഷമാണ് പരിപാടി വെക്കാൻ പോകുന്നത്. ഉച്ചക്ക് ശേഷമാണ് ഞങ്ങള് ഫുൾ പരിപാടി കഴിച്ചിട്ട് പോകാൻ പറ്റും. ഉറപ്പായിട്ട് അല്ലെ? ഇതൊക്കെ എല്ലാരും പ്ലാൻ ചെയ്തിട്ടാ കോസ്റ്റ്യൂംസ്? അല്ല, നിങ്ങളൊക്കെ എന്തൊക്കെയാ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്? പല പരിപാടി ഓണപ്പാട്ട് രണ്ടുപേരും പാടാൻ വർക്കിലും മതി അല്ലേ? തടി അത്യാവശ്യം ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. വൈബൊക്കെ തീർന്നിട്ടില്ല. ഹലോ ഗൈസ്, എങ്ങനെ പോണു ഓണാഘോഷം? നല്ല രീതിയിൽ പോണു. എങ്ങനെയായിരുന്നു? അടിച്ചു പൊളിച്ചല്ലേ? ഇല്ല. അല്ല, ഇനിയിപ്പോ എന്തൊക്കെയാ പരിപാടികളും? പരിപാടി വടംവലിണ്ട്, ഡ്രോൺ പറക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇതാ നമ്മുടെ മെഗാ ഫോട്ടോയ്ക്ക് ആളുകൾ തയ്യാറെടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. അതാ അടിപൊളി. യെസ്, മെഗാ ഫോട്ടോ. അതിന് ഇതാ ഞാൻ കൊണ്ടൊന്ന് കയറി നിൽക്കട്ടെ കേട്ടോ. തൽക്കാലം ഫോട്ടോ പെടാൻ വഴിയില്ല. അടിപൊളി മെഗാ ഫോട്ടോയ്ക്ക് വേണ്ടി എല്ലാവരും നിരന്ന് നിൽക്കുകയാണ്. കാരണം ഓണം എന്ന് പറയുമ്പോ ഇപ്പഴങ്ങോട്ട് കഴിഞ്ഞു പോകാൻ മാത്രം, അതൊരു മെമ്മറിയിൽ വേണം. സോ ഇവരെല്ലാവരും കൂടെ ഇതാ ഒരു മെഗാ ഫോട്ടോ എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഹായ്, ഹലോ. കിടില വൈബാണല്ലോ. എല്ലാരും ഒരു ഹാപ്പി ഓണൊക്കെ പറഞ്ഞേ. ശരി, ഇവിടെ നടക്കുന്നത് ടീച്ചേഴ്സിന്റെ മെഗാ തിരുവാതിര. ടീച്ചേഴ്സിന് ഇതിന് എവിടെയാണ് ഈ പഠിക്കാനൊക്കെ സമയം? നമുക്കൊരു സംശയം ഉണ്ടാവും. ടീച്ചേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയോ? ഞങ്ങള് ഉള്ള സമയത്ത് പ്രാക്ടീസ് ചെയ്യും. അതാണ്, അവര് അധ്യാപകരാണല്ലോ. അപ്പൊ ഉള്ള സമയത്ത് പ്രാക്ടീസ് ചെയ്തു. മാം എങ്ങനെ ഒരുപാട് സമയം എടുത്തോ പ്രാക്ടീസ് ചെയ്യാൻ? ഇല്ല, സമയം കിട്ടിയിട്ടില്ല. ശരിക്കും കിട്ടിയിട്ടില്ല. പക്ഷെ നോക്കട്ടെ, കളിക്കുന്നത് കാണുമ്പോ അറിയാലോ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ അല്ലെ? ശരി മാം, എന്ത് പറ്റി? നല്ല പ്രാക്ടീസിനൊന്നും സമയം കിട്ടിയില്ലേ? ഇല്ല, ഞങ്ങളുടെ PG ഡിപ്പാർട്ട്മെന്റുകാർക്കൊക്കെ പിന്നെ വാല്യൂഷൻ ക്യാമ്പ് വരുന്നു. യൂണിവേഴ്സിറ്റി പറ്റിച്ചതാ, ചതിച്ചതാ? എന്നാലും ഞങ്ങൾ ഒപ്പിച്ചു. അപ്പൊ ഒപ്പിച്ച് നമ്മളിത് കാണാൻ പോണു കേട്ടോ. അതൊക്കെ ടീച്ചർ അടിപൊളിയായിട്ടുണ്ട്. മാം ഇത് എവിടുന്നാ? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. മാം ഏതാ ഡിപ്പാർട്ട്മെന്റ്? മാത്സ്. ഓക്കെ, അപ്പൊ ഇന്ന് കണക്കിലെ ഗൗരവമൊക്കെ മാറ്റി നിർത്തി ഒരു തിരുവാതിര കളി ആവാം എന്നാണ്. ശരി, അപ്പൊ എന്തായാലും ഇതാ ഓണം വൈബ് സ്റ്റുഡൻസിന്റെ ഒപ്പം തന്നെ ഒരുപക്ഷെ അതിലും അധികം കൂടെ ഇവിടെ മിസ്സിനാണ് കേട്ടോ, മിസ്സുമാർക്കാണ്. അപ്പൊ ടീച്ചേഴ്സിന്റെ മെഗാ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മാറിക്കൊടുക്കാം കേട്ടോ. അവർ അടിച്ചു പൊളിക്കട്ടെ. चारुधरा गुण सागर भो वीर विराट कुमार
രഹസ്യ സാരമറിവതിനും നല്ല മാനസ്യ ലീലകൾ ചെയ്വതിനും നാളികലോചനമാനേ നാം വിളകളഞ്ഞു വിവിധമൊരു നാളികലോചനമാനേ നാം വിളകളഞ്ഞു വിവിധമൊരു കേളികളാടി മൂതാരാഗമാലകൾ പാടി കരം കൊട്ടിച്ചാല അങ്ങനെ ഓണമാകുമ്പോ ഇന്ന പരിപാടികളൊന്നും ഇല്ല. തിരുവാതിരയൊക്കെ പണ്ട് മുതലേ കളിക്കുന്നത്. അപ്പൊ ഓണത്തിന്റെ ഒരു വെറൈറ്റി ഒരു ഫ്ലാഷ് മോബ് കളിച്ചാലോ എന്നുള്ളതാണ്. അപ്പൊ ഫ്ലാഷ് മോബിനായിട്ട് ഇവിടെ തയ്യാറെടുത്തിരിക്കുന്നത്. ആരൊക്കെയാ ഫ്ലാഷ് മോബിൽ പങ്കെടുക്കുന്നത്? ഏതാ പാട്ടും? കൊറേ പാട്ടുണ്ട്. മിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അത് വൈബാണല്ലേ? ഈ ഓണത്തിന് ഫ്ലാഷ് മോബ് ഒരു ചെരായി ഉണ്ടോ? ഒരു ചെറിയില്ല, നല്ല അടിപൊളി അടിപൊളി വൈബായിരിക്കല്ലേ? അപ്പൊ കാണാം അല്ലേ? അങ്ങനെ എല്ലാ ഓണാഘോഷത്തിന്റെ അവസാനം എന്ന് പറയുന്നത് നല്ല കെങ്കേമമായിട്ടൊരു സദ്യ തന്നെയാണ്. അപ്പൊ ഇതാ സദ്യവട്ടങ്ങളൊക്കെ ഒരുങ്ങി എല്ലാവരും സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വടംവലിക കഴിഞ്ഞ ക്ഷീണത്തിൽ നല്ല ആഞ്ഞ് കഴിക്കുന്നുണ്ട് എല്ലാവരും. സദ്യക്ക് അടിപൊളിയായിരുന്നോ? അടിപൊളിയാ. അയ്യോ, ഇതാരാ ഇരിക്കണ ഇവരുടെ കൂട്ടത്തിൽ ഒരാള്? എവിടെ സ്ഥലം കിട്ടിയില്ലേ? ഇല്ല, സ്ഥലം കിട്ടിയില്ല. അത് ഇവര് നിർബന്ധിച്ചിരുത്തിയതാണോ? പിടിച്ചുകൊണ്ടുവന്നോ? സ്നേഹം കൊണ്ട്. സ്നേഹം മാത്രം. അയ്യോ, ഞാൻ നോക്കിയിട്ട് വേറെ എവിടെയും കാണാനില്ല കേട്ടോ. എന്തായാലും അടിപൊളിയായിരിക്കുന്നു. സദ്യക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല സദ്യ. നേരത്തെ വടംവലിയൊന്നും പങ്കെടുത്തില്ലേ? എന്ത് വടംവലിയൊന്നും പങ്കെടുത്തില്ലേ? ഇല്ല, സമയം കിട്ടിയില്ല, മഴ കഴിഞ്ഞല്ലോ. വീട്ടിലത്തെ ഓണാണോ അതോ ക്യാമ്പസ് ഓണാണോ അടിപൊളി? വീട്ടിൽ ഓണം ആഘോഷിക്കാറില്ല, അതുകൊണ്ട് ക്യാമ്പസിലാണ്. ഇതെങ്ങനെയാ നിങ്ങളുടെ ക്യാമ്പസ് ഓണത്തിന്റെ വൈബ് എങ്ങനെ? പൊളി തന്നെ, രാവിലെ തൊട്ട് ഓണം തന്നെയല്ലേ, ആഘോഷം തന്നെ. അങ്ങനെ വടംവലി കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചെന്ന് തോന്നില്ല. എല്ലാരും ഭയങ്കര കോൺസെൻട്രേഷൻ ആണല്ലോ. ഹലോ, ശരി ശരി, അപ്പൊ സംസാരിക്കണ്ട. അപ്പൊ അടിപൊളി. ഇവിടെ നോക്കൂ, എല്ലാരും നല്ല തിരക്കില്ല. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു സദ്യയൊക്കെ? സദ്യ മാത്രല്ല, ഓണം കളറായോ കേട്ടോ? മൊത്തത്തിൽ കളറായോ? മഴ കൊണ്ടുപോയി. മഴ, ഓണം കുറച്ചൊന്ന് മഴ കൊണ്ടുപോയി. 2 ദിവസമായിട്ട് മഴ ഉണ്ടാവുന്നു അല്ലേ? അപ്പൊ ഓണൊക്കെ അടിപൊളിയായോ? ഓണം അടിപൊളിയായി. എന്താ വേറെ ഓണങ്ങളുണ്ടോ? ഈ ഓണാഘോഷം അല്ലാതെ വേറെ ആഘോഷങ്ങളുണ്ടോ? വേറെ ആഘോഷമല്ല, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഓ, അത് ശരി, ഈ അവസാന വർഷമാണ് ഇവിടുത്തെ. ഓ, അപ്പൊ അതിന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ഓണം മിസ്സാവും എന്നുള്ളൊരു വിഷമം കൂടി ഉണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നല്ല കോൺസെൻട്രേഷനിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി ഓണത്തിന്റെ ഒരു വൈബ് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ക്യാമ്പസിൽ വരണം. ഒരുപാട് ആഘോഷങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ക്യാമ്പസിൽ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പൾസ്, അതിന്റെ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ എന്തായാലും ഇവരുടെ കൂടെ നമുക്ക് ഈ കൊല്ലത്തെ ഓണം കളറാക്കാം.
കുട്ടികളുടെ ഓണം കളറാക്കിയതിൽ ഇവിടുത്തെ അധ്യാപകർക്ക് പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ ഒരു വലിയ പങ്കുണ്ട്. സാർ എങ്ങനെയായിരുന്നു കുട്ടികൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നതാണോ അതോ ഇത്തവണ ഒരു സ്പെഷ്യൽ ആഘോഷം എന്തെങ്കിലും ഉണ്ടായോ? ഈ രൂപത്തിൽ തന്നെയാണ് എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വിപരീതമായിക്കൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഒരു മെഗാസദ്യ ഒരുക്കിക്കൊണ്ട് എല്ലാവരെയും, അഥവാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാനേജ്മെന്റും പൂർവ്വ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന രൂപത്തിൽ മെഗാസദ്യയാണ് അറേഞ്ച് ചെയ്തത്. നിങ്ങൾ ഈ കാണുന്ന പോലെ പൂക്കള മത്സരം, അതേപോലെ വടംവലി, ഉറിയടി തുടങ്ങി വിവിധ ഇനങ്ങളായിട്ടുള്ള മത്സരങ്ങൾ കോർത്തിണക്കിക്കൊണ്ടൊരു നല്ല ആഘോഷ പരിപാടിയാണ് ആസൂത്രണം ചെയ്തത്. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും മീഡിയ വൺ ടീം നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ ഓണാഘോഷം ഒപ്പിയെടുക്കാൻ വേണ്ടി നിങ്ങൾ വളരെ താല്പര്യപൂർവ്വം എത്തി ഓരോ സ്പന്ദനങ്ങളും വിദ്യാർത്ഥികൾ കാഹളം എന്ന പേരിലാണ് നമ്മൾ ഇപ്രാവശ്യം ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി നിങ്ങൾ എത്തിച്ചേരുകയും ഇവിടെ നടക്കുന്ന ഓണാഘോഷത്തെ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം മലയാളിയുള്ള എല്ലായിടത്തും ഓണാഘോഷം നടക്കുന്നുണ്ട്. കേരളത്തിന് അങ്ങ് വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ, അതേപോലെ മലയാളികളുടെ ഉള്ളിൽ എല്ലായിടത്തും ഇതുപോലെ ഓണാഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി ചേരുകയാണ് MML വിദ്യാർത്ഥികൾ. ഈ ഇവിടെ വന്നപ്പോഴേ അധ്യാപകർക്ക് കുട്ടികളെക്കാളും വലിയ വൈബായിരുന്നു. അപ്പൊ അധ്യാപകരുടെ തിരുവാതിര കണ്ടു. മൊത്തത്തിൽ അവരുടെ കൂടെ കുട്ടികളുടെ കൂടെ ചേരുമ്പോഴേക്കും അധ്യാപകർ ഒരു പഴയ ഏജിലേക്ക് ഓർമ്മകളിലൊക്കെ തിരിച്ചു പോകുന്നുണ്ടല്ലേ? മേമോ കോളേജിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിദ്യാർത്ഥികളെക്കാൾ ആവേശപൂർവ്വം നമ്മുടെ അധ്യാപകരാണ് ഇതിൽ പങ്കാളിയാവുന്നത്. ഇത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള മെഗാസദ്യ, അതിന്റെ പിന്നിലെ മെയിൻ എഫേർട്ട് എന്നുള്ളത് അധ്യാപകരുടെ ഭാഗമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തിരുവാതിര, അതേപോലെ ഇവിടെ നടക്കുന്ന എല്ലാ മത്സരങ്ങളും വിദ്യാർത്ഥികളെ പോലെ തന്നെ. ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത് മെജോറിറ്റി ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ അധ്യാപകരിൽ വളരെ നല്ലൊരു പങ്കും ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു വൈബ്, ഓണാഘോഷത്തിന്റെ ഒരു വൈബ് പ്രത്യേകിച്ചും അധ്യാപകർക്ക് അറിയാം. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് തങ്ങളുടെ പഴയ കാലത്തെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടും അതേപോലെ വിദ്യാർത്ഥികളിൽ ഒരാളായി മാറാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ അധ്യാപകർ നടത്തുന്നത്. കോളേജിലെ ഓണാഘോഷമൊക്കെ തുടരുകയാണ് സാർ. അപ്പൊ ഇത്തവണയും വൈബായി അല്ലേ? നല്ല അടിപൊളി പരിപാടിയായിരുന്നു. കുട്ടികളൊക്കെ കുറെ നമ്മളെ എന്താ വെച്ചാല് നമ്മൾ ഇന്നത്തെ കാലത്ത് കൂടിയിരിക്കാന്, ഒരുമിച്ചിരിക്കാന്, ആഘോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോരുത്തരും അവനവന്റെ സ്ക്രീനിലേക്ക് ഒതുങ്ങുമ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് മനുഷ്യന്മാർ എവിടെയൊക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റുമോ, ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ പറ്റുമോ, ആ സന്ദർഭങ്ങളെയൊക്കെ പുനർജനിപ്പിക്കുക. അത് ഓണാവുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയൊരു സാധ്യതയുണ്ട്. അപ്പൊ അതിനാണ് കുറച്ച് എഫർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി കുട്ടികൾ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കേവലം കുറെ പഠിക്കുന്ന ഒരു സ്ഥലം എന്നതിനപ്പുറത്തേക്ക് സോഷ്യലൈസേഷൻ പ്രോസസ്സും കൂടിയാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്തുന്നത്. അധ്യാപകർ നല്ല എഫേർട്ട് എടുത്ത് കാണും. അധ്യാപകർ അത്യാവശ്യം കുഴപ്പമില്ലാതെ, കാരണം ഈ സദ്യ ഒരുക്കുക, അതുപോലെ ഇതില് ഞങ്ങളുടെ ഈ കോളേജിന്റെ പ്രത്യേകത ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ ഒരു ടീമാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അവരവിടെ ബാക്കിൽ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വടംവലിയിൽ കൂടും, എല്ലാത്തിലും കുട്ടികളുടെ കൂടെ നിൽക്കുക എന്നുള്ളത്, കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു മോട്ടം. അങ്ങനെ ഗംഭീര സദ്യയൊക്കെ തയ്യാറായപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ കുക്കുമാര് ഒരുപാട് പേരുണ്ടെന്ന്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് തന്നെയാണ്. അത് അധ്യാപകർ തന്നെ കുക്കിങ്ങിനോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ലുക്മാൻ സാറാണ്. അപ്പൊ സാറിന്റെ ഓൾ ഇൻ ഓൾ മേൽനോട്ടം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അറിഞ്ഞത്. സാർ അപ്പൊ എങ്ങനെയാണ് ഈ അധ്യാപനം മാത്രമല്ല ഈ കുക്കിംഗ് നന്നായിട്ട് വഴങ്ങും? കുക്കിംഗ് നമ്മൾ NSS ആയിട്ട് ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ശീലിച്ചാണ്. അങ്ങനെ അത് ഓരോ കൊല്ലം നമ്മള് കോളേജിൽ എന്ത് പരിപാടി വരുമ്പോഴും സാർ തന്നെയാണ് ഇതിന് മേൽനോട്ടം. ഇനി മേൽനോട്ടം വഹിക്കും. ചെറിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് കുക്ക് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, സദ്യക്ക് അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിരുന്നു. താങ്ക് യു.